അച്ചാർ റെഡി. നമസ്തേ കൂട്ടുകാരെ, നമുക്കിന്നൊരു ക്യാരറ്റ് അച്ചാർ ഉണ്ടാക്കുന്നത് കാണാം. ക്യാരറ്റ് അച്ചാർ ഉണ്ടാക്കുന്നതിനായി നമ്മൾ ഫ്ലെയിം ഓണാക്കി ഒരു ചട്ടി വെച്ചു. അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. അച്ചാർ ഉണ്ടാക്കാൻ നമ്മൾ എപ്പോഴും നല്ലെണ്ണയേ ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ അച്ചാർ കേടുകൂടാതെ കുറേ കാലം ഇരിക്കും. കടുക് പൊട്ടിക്കണം. കടുക് നല്ലതുപോലെ പൊട്ടിയ ശേഷം മാത്രമേ അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാവുള്ളൂ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കയറി കാണണേ. അതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിൻ്റെ കൂടെ ഇഞ്ചി ചോപ്പ് ചെയ്തതും കൂടി ചേർക്കുകയാണ്. ഇതിൻ്റെ കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്, അത് സ്കിപ്പായിപ്പോയി. നല്ലതുപോലെ ഇളക്കി മൂപ്പിച്ച് നല്ലതുപോലെ മൂത്തതിന് ശേഷം മാത്രം നമ്മളിനി ഇതിൻ്റെ മസാലക്കൂട്ടുകൾ ചേർക്കാവുള്ളൂ. നല്ലതുപോലെ ഇളക്കി മൂപ്പിച്ച് നല്ല രീതിയിൽ മൂത്ത് വരുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ പൊടികൾ ചേർക്കാവൂ, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. മുളക് പൊടിയും ഉലുവാപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി എന്നിവയാണ് നമ്മൾ ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കായപ്പൊടിയും ചേർക്കാം, അല്ലെങ്കിൽ ഗ്രേവി തിളച്ചതിന് ശേഷം മാത്രം വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ വീണ്ടും ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം പൊടികളെല്ലാം ചേർത്തതിന് ശേഷം വേണം നമ്മൾ ഫ്ലെയിം ഓൺ ആക്കാൻ. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ക്യാരറ്റ് ഒക്കെ അച്ചാറിടുമ്പോഴത്തേക്ക് അതിനകത്ത് പുളി ഇറങ്ങാൻ ചാൻസ് ഇല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ വിനാഗിരിയാണ് ചേർക്കുന്നത്. തന്നെയല്ല, കേടുകൂടാതിരിക്കുകയും ചെയ്യും. അച്ചാറിന് ലാസ്റ്റിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, വിനാഗിരി ചേർക്കുന്നത്. വിനാഗിരിയും കുറച്ച് തിളപ്പിച്ചാർച്ച ചൂടുവെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഗ്രേവിയിലേക്ക് നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും പിന്നെ കായപ്പൊടിയാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഞാനിത് ഗ്രേവി ആയതിനു ശേഷമാണ് കായപ്പൊടി ചേർക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം. ഗ്രേവി നല്ലതുപോലെ തിളച്ച് വരണം. ഗ്രേവി നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട്. ഇത് തിളച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റാണ് ആഡ് ചെയ്യുന്നത്. ഈ ക്യാരറ്റ് ഞാനൊന്ന് ആവിയിൽ വേവിച്ചെടുത്തതാണ്, പകുതി വേവിച്ചെടുത്തൊരു ക്യാരറ്റാണിത്. അപ്പോൾ അത് നമ്മൾ ഈ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ ഗ്രേവി തിളച്ച് വരുന്നുണ്ട്. നമ്മൾ ക്യാരറ്റ് കൂടി ആഡ് ചെയ്തിട്ട് അച്ചാർ പാകമായി. ഇനി ഇതിന് ഉപ്പും പുളിയും ഒക്കെ കറക്റ്റാണോ എന്ന് നോക്കണമല്ലോ. അപ്പോൾ അത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത്, ഉപ്പ് കുറവായിരുന്നു, ഞാൻ കുറച്ചുകൂടി ചേർക്കുകയാണ്. എന്നിട്ട് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. കൂട്ടുകാരെ, എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്തൊന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ.